കഴിഞ്ഞ കാലത്ത് റഷ്യയിൽ ശീതകാലവും തണുപ്പുമുണ്ടായിരുന്നില്ല. കലുഗ പ്രദേശത്തിലെ കർത്താവിന്റെ രൂപാന്തരത്തിന്റെ സഭ. തണുത്ത കാലാവസ്ഥയില്ലാത്ത ഒരു താപനിലക്കായി സഭ നിർമ്മിക്കപ്പെട്ടു. ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തിനിടെ ചൂടാക്കൽ സ്ഥാപിച്ചിരുന്നില്ല. ഇവിടെ അടുക്കളകൾ, ചൂടാക്കികൾ, ചിമ്നികൾ ഒന്നുമില്ല. അവിടെ എവിടെയുമില്ല. അവയുടെ അടയാളങ്ങളുമില്ല. എന്നാൽ റഷ്യയിൽ താപനിലയില്ലാതെ വളരെ തണുപ്പാണ്. പൊതുസ്ഥലങ്ങൾ താപിതമാക്കേണ്ടതാണ്. അതിനാൽ ചൂടുപാചകക്കൂട് പിന്നീടുണ്ടാക്കി. ഇതിവിടെ പ്രവേശനത്തിനടുത്ത് വച്ചിരുന്നു, വായു താപമൂടി സൃഷ്ടിക്കാൻ. അവർ അടുപ്പത്തിനുള്ളിൽ സ്റ്റവ് സ്ഥാപിക്കാൻ മതിലിൽ കുഴികൾ വരച്ചിട്ടുണ്ട്. ഇഷ്ടികകൾ മൃദുവാക്കിയതാണെന്ന് വ്യക്തമാണ്. ഇത് നിർമ്മാണത്തിന്റെ കെട്ടിടശില്പമല്ല. ഭിത്തിയിൽ വളരെ പ്ലാസ്റ്റർ ശേഷിച്ചിരിക്കുന്നു. പ്ലാസ്റ്റർ പ്രവർത്തനക്ഷമമായ അടുപ്പിൽ ഉണ്ടാകരുത്. ഇത് കത്തും. ഭിത്തിയിൽ പുക നീക്കം ചെയ്യാൻ ഒരു ചാനൽ ഉണ്ടാക്കി. അകത്തുനിന്നു അടച്ചിട്ട് ഒരു പൈപ്പ് സൃഷ്ടിക്കാൻ തുറന്ന ചാനൽ അടച്ചുവെച്ചു. ചിമ്നിയുടെ അടുത്ത് നമുക്കൊരടുത്ത് നോക്കാം. കുടലിന്റെ ഉള്ളിലെ കല്ലുകൾ തകർന്നും ചിപ്പായുമായിരിക്കുന്നതും വ്യക്തമായി കാണാം. ആരോ കല്ലുകൾ മതിലിൽ നിന്നും വളരെ കഠിനമായി പിഴിഞ്ഞെടുത്ത് ചിമ്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ചർച്ച് മതിലിന്റെ ഇട്ടകൾക്കിടയിലെ മോട്ടർ വെളുത്തതാണ്. ഇവിടെ അത് പ്രകാശമുള്ളതാണ്. ചിമ്നിയുടെ പിന്നീട് നിർമ്മിച്ച മതിലിലെ ഇട്ടകൾ വ്യത്യസ്തമായ മോട്ടാറിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതിനൊരു തവിട്ടു നിറമാണ്. ഈ ചെറിയ ചിമ്നി മതിൽ പിന്നീട് നിർമ്മിക്കപ്പെട്ടു. റഷ്യൻ ശില്പി സഭ നിർമ്മിക്കുമ്പോൾ ചൂടാക്കാൻ ഒരു അടുപ്പ് ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് മറന്നത്? റഷ്യൻ ശീതകാലങ്ങൾ മറന്നുവോ? ഈ സഭയുടെ മറ്റൊരു ഘടകത്തെ നോക്കാം. ക്ഷേത്ര പരിസരത്തിലെ വശവാതിലുകൾ. വാതിലുകൾ ഇരുമ്പിൽ നിർമ്മിച്ചവയാണ്. മെറ്റൽ താപം നന്നായി സൂക്ഷിക്കില്ല. മെറ്റൽ വാതിലുകൾ വഴി കെട്ടിടം വളരെയധികം താപം നഷ്ടപ്പെടുന്നു. ഇവിടെ നാം രണ്ടാം അധിക വാതിലിന്റെ സ്ഥാപനം കാണുന്ന അടയാളങ്ങൾ കാണുന്നു. ക്ഷേത്രം നിർമ്മിച്ച ശേഷം ആന്തരിക മതിലുകൾ പ്ലാസ്റ്റർ ചെയ്ത് പെയിന്റ് ചെയ്തു. എന്നാൽ പിന്നീട് വാതിൽ ഫ്രെയിമിന്റെ കോണുകൾ സമനിലയാക്കാൻ പ്ലാസ്റ്ററും പെയിന്റും മുകളിലേക്ക് ഒരു നിർമ്മാണ മിശ്രിതം പ്രയോഗിച്ചു. തുടർന്ന് അതിനെ ഗ്രേ പെയിന്റ് കൊണ്ട് പെയിന്റ് ചെയ്തു. മറ്റൊരു ദിശയിൽ നിന്ന് അതിനെ നോക്കാം. ഇവിടെ അതേയാണ്. ഒരു പ്ലാസ്റ്റർ തരം, ഒരു പെയിന്റ് തരം. അതിന്റെ മുകളിൽ കോണിനെ സമനിലയിൽ കൊണ്ടുവരാൻ ഒരു കെട്ടിട മോട്ടാർ ഉപയോഗിക്കുന്നു. ഒരു അധിക വാതിൽ ഫ്രെയിം സ്ഥാപിക്കാൻ. അതിനുശേഷം അത് മുകളിൽ ഗ്രേ പെയിന്റ് കൊണ്ട് വരച്ചിരിക്കുന്നു. കെട്ടിടത്തിന്റെ മോട്ടാറിന്റെ നിറം നോക്കൂ. ചർച്ചിന്റെ മതിലിൽ ഇട്ടകളുടെ ഇടയിൽ വെളുത്ത മോർട്ടാർ. മഞ്ഞപ്പൊന്നിന്റെ നിറത്തിലുള്ള മോർട്ടാറുമായി അധിക വാതിലുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് പിന്നീട് ചിരണ്ടിയ ചാനലിന്റെ അടയ്ക്കാൻ ഉപയോഗിച്ച സൊല്യൂഷന്റെ നിറത്തെ അനുകരിക്കുന്നു. സാധ്യതയുള്ളത് ചിരണ്ടിയും അധിക വാതിലുകളും ഒരേ സമയത്ത് നിർമ്മിച്ചിരിക്കാം. ക്ഷേത്രമകത്ത് പ്ലാസ്റ്റർ ചെയ്തതും പെയിന്റ് ചെയ്തതും കഴിഞ്ഞ ശേഷം, അതായത് ഉപയോഗത്തിന് പൂർണ്ണമായും തയ്യാറായിരിക്കുന്നു. ചർച്ച് കെട്ടിടത്തിന്റെ പുറംഭാഗം റഷ്യൻ തണുപ്പിനെതിരെ അടിത്തറ സംരക്ഷണമില്ല. മണ്ണിൽ നിന്നുള്ള നനവ് ഇട്ടുകളിലെ കാപ്പിലാരികളിലൂടെ ഉയരുന്നു. തണുപ്പിൽ വെള്ളം കട്ടിയാകുകയും ഇട്ടുകൾ പൊട്ടിക്കുകയും ചെയ്യുന്നു. കോണുകളിൽ വലിയ കഷ്ണങ്ങൾ വീണിട്ടുണ്ട്. ഇത് റഷ്യൻ തണുപ്പിന്റെ ഫലമാണ്. കെട്ടിടത്തിന്റെ മുഴുവൻ താഴ്ന്ന ഭാഗം തകർന്നു പോകുന്നു. ഇവിടെയും അതേയാണ്. ഇടുക്കൽ തകർന്നു, മതിലിൽ നിന്ന് വീണു. അതുകൊണ്ട് റഷ്യൻ തണുപ്പടിത്തട്ടിന് ശീതകാല സംരക്ഷണമില്ലാത്ത കെട്ടിടങ്ങളെ നശിപ്പിക്കുന്നു. ഈ ദേവാലയത്തിൽ സംരക്ഷണമില്ല. ഈ പള്ളി തണുത്ത കാലാവസ്ഥയില്ലാത്ത ഒരു ചൂടുള്ള കാലാവസ്ഥയ്ക്ക് രൂപകൽപ്പന ചെയ്തതാണ്. അക്കാര്യത്തിൽ എഴുതിയിരിക്കുന്നത് ഈ സഭ 1891 നിർമ്മിച്ചതാണെന്ന്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം. തീയതി ശരിയാണെങ്കിൽ 2 നൂറ്റാണ്ടുകൾ മുമ്പ് റഷ്യയിൽ ശീതകാലവും തണുത്ത കാലാവസ്ഥയും ഉണ്ടായിരുന്നില്ല. ഇത് ഔദ്യോഗിക ചരിത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്ത ഒന്നാണ്. എന്റെ ചാനലിൽ നിങ്ങൾ മനുഷ്യത്വത്തിന്റെ യാഥാർത്ഥ്യമായ അകന്ന കാലത്തെക്കുറിച്ച് വളരെയധികം പഠിക്കും. ചരിത്രകാരന്മാർ സത്യത്തെ ഞങ്ങൾക്ക് നിന്ന് മറച്ചുവെച്ചു. ഞാനത് എനിക്ക് തന്നെ കണ്ടെത്തേണ്ടി വന്നു. നിങ്ങൾക്ക് കണക്കുകൂട്ടാനാവാത്ത കാര്യങ്ങൾ ഞാൻ കണ്ടെത്തി.